ഇവന്മാരെ തിരിച്ചാനായിട്ട് നമ്മുടെ ഫ്രാങ്കിളിനും അയൽമാനും ചിഞ്ചാനും എല്ലാരും സൂട്ടിട്ട് ഇറങ്ങിയേക്കുവാ. എടാ മൈക്കിളെ, ഇത് എന്തുവാടാ? വെളി മൊത്തം മണൽക്കാറ്റാണല്ലോ. ഇതെന്തു പറ്റി? നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ ഇല്ലായിരുന്നല്ലേ ഇത്? അതാണ് ഫ്രാങ്കിൾ ഞാനും ആലോചിക്കുന്നത്. ഇതെങ്ങനെ നമ്മുടെ സിറ്റിയിൽ ഇങ്ങനെ ഒരു മണൽക്കാറ്റ് വരും? ഇവിടെ ഡെസർട്ട് ഒന്നും ഇല്ലല്ലോ. വേറെന്തെങ്കിലും പ്രശ്നമായിരിക്കോടാ. എന്തുവാലും ഞങ്ങൾ വീട്ടിൽ പോവാ. ഇനിയിപ്പോ ഒത്തിരി കാറ്റടിക്കുന്നതിന് മുമ്പ് വീട് പിടിക്കണം. ഫ്രാങ്കിൾ മൊത്തം കാറ്റടിക്കുമല്ലേടാ. നിങ്ങളിപ്പോ പോകേണ്ട ആവശ്യമുണ്ടോ? എടാ കാറിലല്ലേ പോന്നെ, ഞങ്ങള് പോയിക്കോളാം. വാട ചിഞ്ചാനെ, പെട്ടെന്ന് പോവാ. അയ്യോ ഭയങ്കര കാറ്റടിക്കുവാണല്ലോ. കണ്ണിലൊക്കെ പൊടി വീഴുമെന്നാ തോന്നുന്നത്. എന്തുവാലും കാറൊന്നും കാര്യമായി. ബൈക്കിലാ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടുപോയേനെ. എടാ ഇതാ മറ്റേല്ല മണൽക്കാറ്റെന്ന് പറയത്തില്ലേ, അതുപോലെ സംഭവമാ. ഈ കാറ്റിന്റെ കൂട്ടത്തില് കുറെ മണ്ണും കൂടെ പറന്നു വരും. അത് നമ്മുടെ ദേഹത്തൊക്കെ വന്ന് വീണോണ്ടിരിക്കും. ഇതിങ്ങനെ നമ്മുടെ സിറ്റിയിൽ വരാറില്ല. ആദ്യമായിട്ടാ ഇങ്ങനെ വരുന്നെന്നാ തോന്നുന്നത്. ഇല്ലെന്നാണോ തോന്നുന്നത്? ഇത് നോക്കി, നമ്മൾ പോകുന്ന വഴിക്കുമ്പോ ഒരു മനുഷ്യനെ പോലും കാണുന്നില്ലല്ലോ. എല്ലാരും വീട്ടിൽ പോയിരിക്കുവാ. എല്ലാരും ഈ കാറ്റായതുകൊണ്ടായിരിക്കും. കണ്ണിലൊക്കെ മണ്ണ് വീഴുമല്ലോ. അതുകൊണ്ട് എല്ലാരും വീട്ടിൽ പോയിരിക്കുവാ. നമുക്ക് പെട്ടെന്ന് വീട്ടിലെങ്ങാനും പോവാം. എടാ ചിഞ്ചാന, അതാ നിന്റെ വിധി. ഇങ്ങനെ എവിടെ പോയാലും ചത്തുപോകും. കാഴ്ച നോക്കി, ഫ്രണ്ടിലുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല. അതുപോലെ ഫുള്ള് മണൽക്കാറ്റ് വന്ന് നിൽക്കുന്നത്. അത് ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നുണ്ട്. കാറൊക്കെ കൺട്രോൾ ചെയ്യാൻ പോലും പറ്റുന്നില്ല. വേറൊരു കാറൊക്കെ പോകുന്നുണ്ടല്ലോ. എന്തായാലും ഷോർട്ട് കട്ട് ഒക്കെ പിടിച്ച് അവസാനം നമ്മൾ വീട്ടിലെടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെയാണ് കേട്ടോ. ഫുള്ള് കാറ്റാണല്ലോ. ഇതാണ് നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടില് 3 പേര് ചർച്ച നടത്തുന്നത്. ആടാ, ഞാൻ പോയി ചോദിച്ചിട്ട് എന്തുവാ കഥയെന്ന്. ചിലപ്പോ ഇതിനെ കുറിച്ച് വല്ല ആയിരിക്കും. ചേട്ടാ എന്തുവാ ഇവിടെ ചർച്ച? എടാ ഫ്രാങ്കിൾ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? സിറ്റിയിൽ സാന്റിമാൻ ഇറങ്ങി. അത് കാരണമാണ് ഇവിടെ ഇങ്ങനെ കാറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. സാന്റിമാൻ ഇറങ്ങി സിറ്റി നശിപ്പിക്കാൻ നോക്കി. സ്പൈഡർമാനുമായിട്ട് വലിയ ഫൈറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഞാനിപ്പോ ന്യൂസിൽ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. എന്നിട്ട് ഞാനിപ്പോ സിറ്റിയിൽ കൂടെ ആണല്ലോ വന്നത്. എന്നിട്ട് ഒന്നും കണ്ടില്ലല്ലോ. ഇതാ ഞങ്ങളിപ്പോ ന്യൂസിൽ കണ്ടതേ ഉള്ളൂ. സ്പൈഡർമാൻ അതുമായിട്ട് ഭയങ്കര ഫൈറ്റൊക്കെ നടക്കുന്നത്. പെട്ടെന്ന് നീ ന്യൂസ് വെച്ച് നോക്കുക. അതിൽ കാണിക്കുന്നുണ്ട്. ആരും വെളിയിലോട്ട് ഇറങ്ങുന്നതൊക്കെയാ പറയുന്നത്. ആണോ? ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. എന്തായാലും ഞങ്ങൾ പോയി TV നോക്കിയിട്ട് വരാം. എടാ വാടത്തില്ലാനെ, ഇവന്മാര് പറയുന്ന പോലെ TVയിൽ എന്തെങ്കിലും ഇതിനെ കുറിച്ച് കാണിക്കുന്നുണ്ടോ നോക്കാം. വീടിന്റെ ഫ്രണ്ടില് മൊത്തം മണ്ണായി. ദേ നോക്കി, നമ്മുടെ ബൈക്കിന്റെ പുറത്ത് എല്ലായിടത്തും മണ്ണായിട്ടുണ്ട്. ചിലപ്പോ ഇവന്മാര് പറയുന്ന സത്യമായിരിക്കും. അതല്ലേ ഈ പെട്ടെന്നൊരു കാറ്റ്, അതും മണൽക്കാറ്റ്. ഫുള്ള് വരുന്ന വഴിക്ക് എല്ലാ കണ്ണിലും മണ്ണെല്ലാം കേറി. എടാ ചിന്താനെ, TV ഒന്ന് വെച്ച് നോക്കട്ടെ ഞാൻ. അല്ലെങ്കിൽ വേണ്ട, എന്റെ ഒരു റിമോട്ട് കിട്ടി, ഞാൻ തന്നെ വെച്ചോളാം. ആടാ സത്യമാണെന്നാ തോന്നുന്നത്. ഇയാൾക്ക് ആരുമായിട്ടാ ഫൈറ്റ് ഇടുന്നത്? ആരോ ഉണ്ടെന്നാ തോന്നുന്നത്. ഇവര് പറയുന്നത് സാന്റിമാനാണോ? ആടോ സാന്റിമാനാടാ. എടാ സാന്റിമാനല്ല, സ്പൈഡർമാനാ കൂടുതൽ അറ്റാക്ക് ഒക്കെ ചെയ്യുന്നത്. നോക്കി എടുത്ത് എറിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇല്ലടാ, എനിക്ക് തോന്നുന്നു സ്പൈഡർമാൻ ഇയാളെ കൊല്ലുമെന്നാ. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സിറ്റി മൊത്തം ഇയാൾ നശിപ്പിക്കുമായിരിക്കും. അത് നീ പറഞ്ഞ ശരിയാടാ. ഈ കാറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഈ സാന്റിമാൻ ചത്തു പോകണം. എന്നാലേ ഈ കാറ്റ് പോത്തുള്ളൂ. ഒന്ന് പോയടാ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയാൾ നമ്മളങ്ങനെ അടിച്ചിട്ടാൻ പോയും. അതുകൊണ്ട് പോണ്ട. ആരും റോഡിലൊന്നും ഇറങ്ങരുതെന്നാ പറഞ്ഞേക്കുന്നത്. ഇവരെ കൊണ്ട് വലിയ നാശമാണല്ലോ. എന്തേലും പറഞ്ഞൊന്ന് ഒഴിവാക്കാം. എടാ ചിങ്കാനെ, അവിടെ പോയ നമ്മളെ അയാൾ എടുത്ത് എറിയൂടാ. അതുമല്ല പൊടിക്കാറ്റ് കാരണം കണ്ണൊക്കെ അടിച്ചു പോകും. എന്തുവാലും നീ സമ്മതിച്ചിട്ടില്ല.
കാണുന്നില്ല. പിന്നെ ഇയാളായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പെട്ടെന്ന് ആംബുലൻസിനെ ഒന്ന് വിളിക്കട്ടെ. ആടാ, ഞാൻ 911 വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവന്മാർ ഉടനെ വരുമെന്നൊക്കെയാ പറയുന്നത്. നമ്മുടെ ലൊക്കേഷനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഇതിപ്പോ ഒറിജിനൽ അല്ലെങ്കിലും വേറെ ആരെങ്കിലും ആണെ പോലും എന്തായാലും വയ്യാതെ കിടക്കുമല്ലേ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിട്ടേക്കാം. ആ, അതൊക്കെ പിന്നെ നോക്കാം. അതേ ആംബുലൻസ് വന്നിട്ടുണ്ട്. നിങ്ങളാണ് ഇപ്പൊ കോൾ ചെയ്തത്? ഇതാരാ, ഒറിജിനൽ സ്പൈഡർമാനാണോ? അല്ല, അത് ഒറിജിനൽ ഒന്നും അല്ല. ഇതിപ്പോ ആക്സിഡന്റ് ആയി കിടന്നതാ. ഞാൻ പിന്നെ പെട്ടെന്ന് വിളിച്ചതേ ഉള്ളൂ. ഒറിജിനൽ സ്പൈഡർമാൻ അല്ല ഇത്. ആ ഓക്കെ, അപ്പൊ നിങ്ങളും കൂടെ പിടിക്ക്, നമുക്ക് ഇങ്ങോട്ട് കയറ്റി കിടത്താം. ഞാൻ നോക്കട്ടെ ഇയാൾക്ക് ജീവൻ